രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ലെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. പള്ളികളും മദ്രസകളും അറബിക് കോളേജുകളുമെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. ഒന്നിനും ഒരു തടസ്സവുമില്ലെന്നും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കാന്തപുരം പറഞ്ഞു. രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാന്തപുരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നത് രാജ്യത്തെ മുസ്ലിംസിനിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന തരത്തിലുള്ള പ്രതികരണം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തമായില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരുൾപ്പെടെ വലിയ ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വമാണ്. രാജ്യം മുഴുവൻ വലിയ അരക്ഷിതത്വമാണ് നേരിടുന്നത്. എത്ര ക്രൈസ്തവ വൈദികരാണ് ജയിലിലുള്ളത്? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. എത്ര പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് ആക്രമിക്കപ്പെടുന്നത്? പള്ളികൾ എത്രയാണ് തകർത്തത്? കന്യാസ്ത്രീമാരെ വരെ ആക്രമിക്കുകയാണ്. എത്ര പേരാ ജയിലുള്ളത്? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലല്ലോ, ഞങ്ങളുടെ അഭിപ്രായം അതല്ലല്ലോ. ഞങ്ങൾ ദേശീയ തലത്തിൽ ഒരു സംഘപരിവാറിന്റെ രീതിയും ഗവൺമെന്റിന്റെ രീതിയും ന്യൂനപക്ഷങ്ങൾക്ക് ദോഷകരമായ നിലപാടാണ് എടുക്കുന്നത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ രാജ്യത്തുണ്ടല്ലോ. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ. ഇനി ഞാൻ കാന്തപുരത്തിനെതിരെ ഞാൻ VD സതീശ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടല്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ പ്രധാനമന്ത്രിയെ പോയി കണ്ടുവന്ന് പുറത്തു വന്നിട്ട് പ്രധാനമന്ത്രി ദുഷ്ടനാണ്, കൊള്ളക്കാരനാണ്, മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ നിൽക്കുന്ന ആളാണെന്ന് പുറത്തു പറയാൻ പറ്റുമോ? പുറത്തു വന്നിട്ട് കണ്ടിട്ട് പുറത്തു വരുമ്പോൾ അപ്പൊ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കാണും. അതിന് നമുക്ക് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് മാറുമോ? ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായം ഉണ്ടാവും. അവർ ആ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ. അതെന്താ അവർക്ക് അവകാശമില്ല അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി? നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്.